സദൃശ്യവാക്യങ്ങൾ അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. എൻ്റെ മകനെ, കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനുമായി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വചനങ്ങളാൽ നീ കെണിയിൽ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ വാക്കുകളാൽ നീ പിടിക്കപ്പെട്ടു. ഇപ്പോൾ എൻ്റെ മകനെ, ഇത് ചെയ്യുക. നിന്റെ സ്നേഹിതനെ പ്രതി നീ ശത്രുഹസ്തത്തിനായി നിന്റെ സ്നേഹിതനെ ഉറപ്പിക്കുക. നിന്റെ കണ്ണുകൾക്ക് നിദ്രയും നിന്റെ കൺപോളകൾക്ക് ഉറക്കവും കൊടുക്കരുത്. വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് മാനെന്ന പോലെയും പക്ഷി പിടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പക്ഷിയെ പോലെയും നിന്നെ തന്നെ രക്ഷിച്ചെടുക്കുക. അലസനായ മനുഷ്യ, നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക. അതിൻ്റെ വഴികൾ നീ സൂക്ഷിച്ചു മനസ്സിലാക്കുക. അങ്ങനെ ജ്ഞാനം പ്രാപിക്കുക. അതിന് കൊയ്ത്തില്ല. മാർഗദർശകനും മേൽവിചാരകനും ഭരണാധിപനുമില്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം കരുതി വയ്ക്കുന്നു. കൊയ്ത്തുകാലത്ത് അതിൻ്റെ ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. അല്ലയോ അലസനെ, നീ എത്ര ദീർഘകാലം കിടന്നുറങ്ങും? നിന്റെ നിദ്രയിൽ നിന്നും എപ്പോൾ നീ ഉണരും? കുറെ കൂടി മയക്കം, കുറെ കൂടി ഉറക്കം, കുറച്ചുകൂടി കൈ കെട്ടിക്കിടക്കും. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിയാത്രക്കാരനെ പോലെ, നിന്റെ കുറവ് ആയുധപാണിയെ പോലെ വരും. മര്യാദ കെട്ട മനുഷ്യൻ ദുഷ്ടൻ വക്രതയുള്ള സംസാരവുമായി നടക്കുന്നു. അവൻ കണ്ണിറക്കുന്നു, പാദം കൊണ്ട് സംസാരിക്കുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവൻ്റെ ഹൃദയം നിറയെ വക്രത. അവൻ തുടരെ ദോഷം ആലോചിക്കുന്നു. അവൻ ഇരുവരെ തമ്മിൽ പിണക്കുന്നു. ആകയാൽ പെട്ടെന്ന് അവന് ദുഷ്ടകാലം വരും. പ്രതിശാന്തിയില്ലാതെ അവൻ പെട്ടെന്ന് തകർക്കപ്പെടും. ഈ 6 കാര്യം ദൈവം വെറുക്കുന്നു. 7 കാര്യങ്ങൾ അവന് അറപ്പാകുന്നു. അഹങ്കാരമുള്ള നോട്ടം, വ്യാജം പറയുന്ന നാവ്, നിരപരാധികളുടെ രക്തം ചിന്തുന്ന കൈകൾ, ദുർഭായം ആലോചിക്കുന്ന ഹൃദയം, ദുഷ്പ്രവർത്തിക്കായി ധൃതിയായി ഓടുന്ന കാലുകൾ, വ്യാജം പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. എൻ്റെ മകനെ, എൻ്റെ പിതാവിൻ്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുക. അമ്മയുടെ നിയമം ഉപേക്ഷിക്കരുത്. അത് എപ്പോഴും നിന്റെ ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളണം. നീ നടക്കുമ്പോൾ അത് നിന്നെ അനുഗമിക്കും. അത് നിന്നെ കാത്തു സൂക്ഷിക്കുവാനായി അത് പാലിക്കുക. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. എന്തെന്നാൽ കൽപ്പന ഒരു വിളക്കും നിയമം പ്രകാശവും ഉപദേശവും ശാസനകളും ജീവന്റെ മാർഗങ്ങളുമാകുന്നു. അത് ദുഷ്ടയായ സ്ത്രീയിൽ നിന്നും പരസ്ത്രീയുടെ മുഖസ്തുതിയിൽ നിന്നും നിന്നെ കാത്തു രക്ഷിച്ചുകൊള്ളും. അവളുടെ സൗന്ദര്യത്തെ ഓർത്ത് നിന്റെ ഹൃദയം മോഹിക്കരുത്. അവളുടെ കണ്ണിമയ്ക്കൽ കൊണ്ട് നിന്നെ വശത്താക്കുകയുമരുത്. വേശ്യാസ്ത്രീ ഒരു കഷണം അപ്പത്തിന് തുല്യമാകുന്നു. വ്യഭിചാരിണി അമൂല്യമായ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം കത്തിയെരിയാതെ മാറോട് ചേർത്ത് തീ കൊണ്ടുവരാമോ? കാൽ പൊള്ളാതെ ഒരുവന് തീക്കനലിന്മേൽ നടക്കാൻ കഴിയുമോ? തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ പോകുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുവനും ശിക്ഷ വരാതിരിക്കയില്ല.
വിശന്നിട്ട് വിശപ്പടക്കുവാൻ വേണ്ടി ഒരുവൻ മോഷണം നടത്തുന്നുവെങ്കിൽ ആരും വല്ലാതെ അത്ഭുതപ്പെടാറില്ല. എന്നാൽ അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കേണ്ടി വരും. അവൻ്റെ വീട്ടിലുള്ളവയും കൊടുക്കേണ്ടി വരും. സ്ത്രീയോടുകൂടെ വ്യഭിചരിക്കുന്നവൻ വിവേകമില്ലാത്തവൻ. അത് ചെയ്യുന്നവൻ അവൻ്റെ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നു. അവന് പ്രഹരവും അപമാനവുമാണ് കിട്ടുന്നത്. അവൻ്റെ അപമാനം മാഞ്ഞു പോകയില്ല. അസൂയ മനുഷ്യൻ്റെ ക്രോധഹേതുകളാകുന്നു. ആകയാൽ പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. അവൻ ഒരു പ്രതിശാന്തിയും സ്വീകരിക്കുകയില്ല. നീ അവന് ഏറെ സമ്മാനങ്ങൾ കൊടുത്താലും അവന് തൃപ്തി വരികയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.